ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ കരുണാകരൻ സാറാണെങ്കിൽ പാറുവിനെ കണ്ടതും ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുന്ന പോലെ അങ്ങനെ നിൽക്കാട്ടോ. അപ്പോഴേക്കും നമ്മുടെ ജയന്തി പറയുന്നുണ്ട്, അല്ല പാറു, നിന്നെ കാണുമ്പോൾ അയാൾക്ക് ചെറിയൊരു പേടിയുണ്ടല്ലോ. ആ, പേടിക്കണമല്ലോ, അയാൾക്ക് നല്ല ഉറപ്പുണ്ട് ഇന്നലെ ചെയ്ത ട്രാപ്പായിരുന്നു. ആയിരിക്കും, അയാൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. എന്തായാലും എന്നോട് പ്രിയ ചേട്ടനത് കളിച്ചാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് അയാൾ ഇന്നലത്തോടെ മനസ്സിലാക്കി കാണുമായിരിക്കും. അല്ല, നിനക്കിന്ന് ലീവ് ചോദിക്കണ്ടേ? വേണം. കൈലാസ് സാർ ലീവ് തരുമോ എന്തോ? അതെന്താ തന്നാല്? നീ ഇത്ര നാട്ടിൽ ഇവിടെ വന്നിട്ട് ഒരു ലീവ് പോലും എടുത്തിട്ടില്ലല്ലോ. സുഖം ഇല്ലെങ്കിൽ പോലും നീ എങ്ങനെയെങ്കിലും കമ്പനി കയറാറുണ്ട്. അതുകൊണ്ട് നീ കൈലാസ് സാറിനോട് കാര്യം പറ. ഇങ്ങനെ ചേച്ചിയുടെ വിവാഹത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞാൽ കൈലാസ് സാർ സമ്മതിക്കും. കൈലാസ് സാർ നമ്മുടെ മുക്ത മേഡത്തിനെ കരുനാഗൻ സാറിനെ പോലെയല്ലോ, മനുഷ്യത്തുള്ളതാണ്. അതുകൊണ്ട് നീ സംസാരിക്കേ എന്ന് പറയാണ്. ആ സമയത്ത് പക്ഷെ അതിനു മുമ്പ് മുക്ത മേഡത്തിനടുത്ത് ഈ കാര്യം അവതരിപ്പിക്കണ്ടേ? വേണം, പക്ഷേ ഇതെങ്ങനെയാ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ആദ്യം നീ കരുനാഗത്തിൻ്റെ അടുത്ത് കാര്യം പറ. കരുനാഗത്തിന് ഇപ്പൊ ചെറിയ പേടിയൊക്കെ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും തിരിച്ചൊന്നും പറയില്ലായിരിക്കും എന്ന് പറയാണ്. അങ്ങനെ പാറു ആദ്യം കരുനാഗത്ത് ഓഫീസ് വെച്ചിട്ടാട്ടോ. അപ്പൊ കരുനാഗത്തിനെ പറയണ്ടേ, സർ. എന്താ? അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓ, ഇപ്പൊ നീ ചട്ടമ്പി പാറുവല്ലോ, ഇവിടുത്തെ തൊഴിലാളി പാർവതിയാണല്ലോ. ഓഫീസിനുള്ളിലാകുമ്പോ എന്നെ സാറ്, പുറത്തു കാണുമ്പോ എന്നെ എടാ പോടാ അല്ലേ? സർ, ഇതിപ്പോ ഓഫീസാണ്. സാറിന്റെ സാറും ഞാനിവിടെ തൊഴിലാളിയാണ്. അല്ല, എന്താണാവോ ഇപ്പൊ പാർവതിക്ക് പറയാനുള്ളത്? സർ, എനിക്കൊരു 3-4 ദിവസത്തേക്ക് ഒരു ലീവ് വേണമായിരുന്നു. ലീവോ? അതെ സർ, അടുത്ത ബുധനാഴ്ച എനിക്കൊന്ന് നാട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്. എന്താണാവോ നാട്ടിലെ വിശേഷം? നിന്റെ ആരെങ്കിലും ചത്തോ? സർ, ദേ, അനാവശ്യം പറയരുത്. ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഉത്സവമാണ്. എനിക്ക് ആ ഉത്സവത്തിന് പോകണം. ലീവ് ഒന്നും തരാൻ പറ്റില്ല എന്ന് പറയാണ്. ജയന്തിയും അതുപോലെ തന്നെ മോഹനൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ആ ലീവ് കൊടുത്താലും പാർവതി ഇതുവരെ ലീവ് ഒന്നും എടുത്തിട്ടില്ലല്ലോ. പിന്നെ അവൾക്ക് പാർവതിക്ക് ലീവ് കൊടുത്താൽ എന്താ? എല്ലാ കമ്പനിയിലും മാസത്തിൽ 2 ലീവെങ്കിലും ഉണ്ടാവാറുണ്ടല്ലോ. ഇവിടെ ലീവ് ഉണ്ട്, പാർവതിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലേ? അതുകൊണ്ടിട്ടല്ല, ഇപ്പൊ തിരക്കുള്ള സമയമാണ്, സ്റ്റോക്ക് വരുന്ന സമയമാണ്. ആ സമയത്ത് ആർക്കും ലീവ് എടുക്കാൻ പറ്റില്ല. പാർവതിയുടെ ആ ഒരു പണി ബാക്കിയുള്ളവർക്ക് ഒരു എക്സ്ട്രാ ഒരു 10 മിനിറ്റ് ചെയ്യേണ്ട പണിയല്ലേ ഉള്ളൂ. എല്ലാവർക്കും പാർവതി വരുന്നവർ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാവുന്ന പണിയേ ഉള്ളൂ എന്ന് മോഹനൻ പറയുമ്പോൾ, അതെ, ഇവിടുത്തെ കാര്യം തീരുമാനിക്കണം ഞാനാണ്, അല്ലാതെ മോഹനല്ല. കേട്ടല്ലോ? എന്തായാലും പാർവതിക്ക് ലീവ് കിട്ടില്ലെന്ന് വെച്ചാൽ കിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും അവിടെയൊക്കെ പ്രിയം വരുന്നുണ്ട്. ചോദിക്കുന്നുണ്ട്, പാർവതിക്ക് ലീവ് എടുത്താൽ എന്താ കുഴപ്പം? അതെ, ഇവിടെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വരുവാണ്, അങ്ങനെ ലീവ് കൊടുക്കാൻ പറ്റുമെന്നില്ല. എങ്കിലേ പാർവതിക്ക് സാർ ലീവ് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാലോ അല്ലേ? പിന്നെ പാർവതിക്ക് മാത്രമല്ല, എനിക്കും ലീവ് വേണം. നിനക്കോ? നിനക്കെന്തിനാ? പാർവതിയുടെ കൂടി ഈ പ്രാവശ്യ ഉത്സവത്തിന് പാർവതി മാത്രമല്ല ഞാനും പോകുന്നുണ്ട് എന്ന് പറയാണ്. അപ്പൊ പാർവതി ചോദിക്കണ്ടേ, പ്രിയഞ്ചേട്ടൻ വരുന്നുണ്ടോ? പിന്നെ പാറുവിന്റെ നാടും വീട്ടുകാരെ ഒക്കെ കാണണ്ടേ? പിന്നെ ഉത്സവമല്ലേ, എനിക്ക് ഉത്സവവും അമ്പലപ്പറമ്പൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ ഒരു കുളിർമയുണ്ടല്ലോ. ഞാൻ എന്തായാലും വരും പാറു എന്ന് പറയാണ്. അപ്പൊ ജയന്തി പറയുന്നുണ്ട്, എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റില്ല. അതുകൊണ്ടിട്ടാട്ടോ. മോഹനും പറയുന്നുണ്ട്, ഞാനും വരാൻ ശ്രമിക്കാട്ടോ പാർവതി. എല്ലാരും വന്നാൽ എനിക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ അമ്മക്കും ചേച്ചിക്കൊക്കെ ഭയങ്കര സന്തോഷം. പിന്നെ അവിടെ എനിക്കൊരു ഗ്യാങ് തന്നെയുണ്ട്, കുറച്ച് ചെറിയൊരു കുട്ടിപ്പട്ടാണ്. അവരെല്ലാവരെയും കാണണം എന്നൊക്കെ പ്രിയം പറയാണ്. എന്നാൽ 2 പേർക്കും ലീവ് തന്ന് വിടത്തൊന്നുമില്ലെന്ന് കരുനാഗൻ പറയുമ്പോൾ, അത് താൻ തീരുമാനിക്കണ്ട, ഞങ്ങള് കൈലാസ് സാറിനോട് ചോദിച്ചോളാം എന്ന് പറയാണ്. അങ്ങനെ കൈലാസിന്റെ ക്യാബിനിലേക്ക് പാറു, നീ പോയിക്കോ, സാറിനോട് ലീവ് ചോദിക്കേ. എനിക്ക് ലീവ് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് പിന്നെ മാസത്തിൽ 3 ലീവ് ഉള്ളതാണല്ലോ, അത് ഞാൻ അങ്ങോട്ട് എടുത്തോളാം. നീ ലീവ് ചോദിക്കേ എന്ന് പാർവതി അടുത്ത് പറയാണ്. അങ്ങനെ പാർവതി കൈലാസിന്റെ ക്യാബിനിൽ കയറുന്നുണ്ട്. സർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ പാർവതി, എന്താ കാര്യം? സർ, അടുത്ത ബുധനാഴ്ച എനിക്ക് ലീവ് വേണമായിരുന്നു. അത് കണ്ട് ഞാൻ തിങ്കളാഴ്ച വന്നാൽ പോരെ? ഒരു 3-4 ദിവസത്തേക്ക് എനിക്ക് ലീവ് തരാമോ? എന്താ പാർവതി, എന്താ കാര്യം? എന്തോ വിശേഷം ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അതെ സർ, നാട്ടിലൊരു വിശേഷമുണ്ട്. ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവമാണ്. സത്യം പറഞ്ഞാൽ ഉത്സവത്തിന് ഞാൻ പോകണ്ടെന്ന് വെച്ചാണ്, പക്ഷെ ഒരു നേർച്ചയുണ്ട് സർ. നേർച്ചയോ? അതെ, എൻ്റെ ചേച്ചിയുടെ വിവാഹം കഴിയുന്നില്ല. കുറെ ആലോചന മുടങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചിക്ക് നല്ലൊരു പെൺകുട്ടിയാണ് എൻ്റെ ചേച്ചി. എൻ്റെ ചേച്ചിയാണ്ട് പറയല്ല കേട്ടോ, നല്ല അച്ചടക്കവും ഒതുക്കവും ഒക്കെ ഉള്ളതാ. എന്ത് നല്ല സ്വഭാവം എന്നറിയാം എൻ്റെ ചേച്ചിയുടെ. പക്ഷെ വിവാഹം മാത്രം നടക്കുന്നില്ല. അതുകൊണ്ട് വിവാഹം നടക്കാനിട്ട് അവിടുത്തെ ജ്യോത്സ്യം പറഞ്ഞതാണ്, അതായത് ഇനി വരുന്ന 3 വർഷത്തെ ഉത്സവത്തിന് അവിടെ ഒരു പ്രത്യേക പൂജ ഉണ്ട്, അതിൽ പങ്കെടുക്കണമെന്ന്. 2 വർഷത്തെ പൂജയിൽ അത് ചെയ്തിട്ടുണ്ട് ചേച്ചിക്ക് വേണ്ടി. അപ്പൊ ഈ വർഷം കൂടി ചെയ്യണമെങ്കിൽ 3 വർഷം കംപ്ലീറ്റ് ആവും. ഞങ്ങളുടെ ഒരു വിശ്വാസമാണ് ചേച്ചിയുടെ വിവാഹം ഇതിലൂടെ നടക്കുന്നുണ്ടെങ്കിൽ നടക്കട്ടെ സർ. അതുകൊണ്ടാണ് എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണെങ്കിലും എനിക്കൊന്ന് പോകണം എൻ്റെ നാട്ടിലേക്ക്. അതിന് പാർവതിക്ക് ലീവ് തരില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആണോ? അപ്പൊ എനിക്ക് ലീവ് എടുക്കാവോ? തീർച്ചയായിട്ടും. താൻ ചൊവ്വാഴ്ച വേണ്ട, തിങ്കളാഴ്ച വേണമെങ്കിൽ പോയിക്കോ. വേണ്ട സർ,
ഞാൻ ചൊവ്വാഴ്ച രാവിലെ പോയിക്കോളാം. അപ്പോൾ ചെറിയ വർക്കൊക്കെ ഉണ്ടെങ്കിൽ അത് തീർത്തിട്ട് ഞാൻ പോയിക്കോളാം. എനിക്ക് ബുധനാഴ്ച രാവിലെ വീട്ടിലെത്തിയാൽ മതി. അത് വേണ്ട, ബുധനാഴ്ചയിൽ ഉത്സവം എന്ന് പറഞ്ഞത്, താൻ ചൊവ്വാഴ്ച വീട്ടിലെത്തിക്കോ. ഓ താങ്ക് യു സർ, താങ്ക് യു. ഇതിനേക്ക് എന്തിനാ താങ്ക് യു വേണ്ടത്? എല്ലാ കമ്പനിയിലും ഇങ്ങനെ ലീവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. എന്നാലും കരുനാഗൻ സാർ ആദ്യം പറഞ്ഞതേ ലീവ് തരില്ലെന്നൊക്കെയാ. അത് കരുനാഗനല്ലോ തീരുമാനിക്കണത്, ഞാനല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കണത്. ശരി സർ, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാറു അവിടെ നിന്ന് പോവാട്ടോ. പാറു പോയി കഴിയുമ്പോഴേക്കും മുത്ത അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്തിനാ അവള് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുമ്പോഴേക്കും അവൾക്ക് ലീവ് വേണമെന്നാ പറഞ്ഞത്. അവളുടെ അമ്പലത്തിൽ ഉത്സവമാണെന്ന്. ലീവോ? അവൾക്ക് എന്തിനാ ലീവ് കൊടുത്തത്? ലീവ് എടുക്കണേ നല്ലത്, 2-3 ദിവസത്തെ കൂടെ സ്വൈര്യം ഉണ്ടാവുമല്ലോ. എന്തായാലും ഞാനും പോവാന്ന് വിചാരിക്കുക അവളുടെ അമ്പലത്തിലെ ഉത്സവത്തിലേക്ക്. അവരുടെ നാട്ടിലേക്കോ? കൈലാസോ? നിനക്കെന്താ വട്ടാണോ? വട്ടൊന്നുമല്ല, അവരുടെ നാടും വീട്ടുകാരെയൊക്കെ കാണാലോ. പിന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ വെച്ചിട്ട് അവളെ പ്രൊപ്പോസ് ചെയ്യാലോ. ഇത് തന്നെയാ പറ്റിയ അവസരം. കമ്പനിയിലെ ഈ ഒരു അന്തരീക്ഷത്തിൽ മാറിയിട്ട് അവളെ പ്രൊപ്പോസ് ചെയ്യേണ്ടത് തന്നെയാ നല്ലത് എന്ന് പറയുമ്പോൾ നമ്മുടെ മുക്ത പറയണ്ട, കൈലാസേ ഇത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്ത് നല്ലതാണെന്ന് തോന്നുന്നില്ലെന്ന്? എനിക്കും പോണം. ഈ നാട്ടും പ്രദേശവും അമ്പലവും അവിടുത്തെ ഉത്സവവും അതൊക്കെ ഒരു പ്രത്യേക വൈബല്ലേ. ഇവിടെ വന്നിട്ട് നേരവും കമ്പനിയും കാര്യങ്ങളും നോക്കി മടുത്തു. ഈ 3-4 ദിവസത്തേക്ക് മുക്തക്കും കരുനാഗത്തിനേക്ക് കമ്പനി നോക്കി നടത്താൻ പറ്റില്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എന്നെ കോൾ ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. പിന്നെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഞാൻ ലാപ്ടോപ്പ് കൊണ്ടുപോകണ്ട്, വർക്കും കാര്യങ്ങളൊക്കെ എന്നെ അവിടെ നിന്ന് ചെയ്തോളാം. എന്നാലും എങ്ങനെയാ കൈലാസ് പോകുന്നത്? അതൊക്കെ ഞാൻ പോകും എന്ന് പറഞ്ഞിട്ട് കൈലാസ് അവിടെ നിന്ന് സന്തോഷത്തോടെ ഇരിക്കട്ടെ. പാർവതിയുടെ അമ്പലത്തിൽ ഉത്സവത്തിന് താനും പോകണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോഴേക്കും മുക്ത കരുനാഗത്തിൻ്റെ പറയുന്നുണ്ട്, പാർവതിയുടെ നാട്ടിലെ അമ്പലത്തിൽ ഉത്സവത്തിനെ കൈലാസ് പോകാൻ പോവുക. എന്തായാലും അവനെ ഞാൻ ഒറ്റക്ക് വിടത്തില്ല, അവന്റെ കൂടെ ഞാനും പോകും. അതെ, ആ പ്രിയനും ഉണ്ടെന്നാ കേട്ടത്. എങ്കിലെങ്ങനെ നമുക്കൊന്ന് പോവാം. പോയിട്ട് അവിടെ എന്താ നടക്കണേന്ന് അറിയാലോ. പറ്റുമെങ്കിൽ അവൾക്കിട്ടൊരു പണി കൊടുക്കണം. നമ്മളെ രണ്ടുപേരെ അപമാനിച്ചിന് അവൾക്കിട്ടൊരു പണി കൊടുത്തേ പറ്റൂ. അത് വേണം മേഡം. ഞാനും അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മേഡത്തിന് അറിയാവോ, മേഡം അടിച്ചെന്ന പെർഫ്യൂം ഉണ്ടല്ലോ, അതിട്ട് വീട്ടിൽ പോയിട്ട് എൻ്റെ ഭാര്യ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. ഏത് പെണ്ണിന്റെ കൂടെയാ പോയി കിടന്നെന്ന് പറഞ്ഞിട്ട് എന്നെ വഴക്കോട് വഴക്കായിരുന്നു. ഞാൻ പറഞ്ഞതല്ലേ മേഡം പെർഫ്യൂം അടിക്കേണ്ടത്. എടോ, ഇതിനൊക്കെ കാരണക്കാരി ആരാ? ആ പാർവതിയാ. അപ്പൊ അവൾക്കിട്ട് നമുക്കൊരു പണി കൊടുക്കണ്ടേ? കൊടുക്കണം മേഡം, കൊടുക്കണം. അവളുടെ നാട് തന്നെ അതിന് നല്ലത്. നാട്ടിൽ കിടന്ന് മരിക്കാൻ അവൾക്ക് യോഗമുണ്ട്. അത് മേഡം പറഞ്ഞാൽ ശരിയാ. ഒരു കണക്കിന് നാട്ടിൽ വെച്ച് അവളെന്തെങ്കിലും സംഭവിക്കണേ നല്ലത്. കാരണം ഇവിടെ വെച്ചാകുമ്പോഴേക്കും അവളെ വീട്ടുകാർ നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി ചിലപ്പോ കേസൊക്കെ കൊടുക്കണത്. ഇത് അവളുടെ നാട്ടിൽ വെച്ചിട്ട് അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കുഴപ്പമില്ല, തിരിച്ച് നല്ല സന്തോഷത്തോടെ തിരിച്ചു വരാലോ. എന്തായാലും നാട് തന്നെയാ മേഡം നല്ലത്. എന്തായാലും അവൾ അമ്പലത്തിൽ ഉത്സവത്തിന് പോകുമ്പോൾ കൂടെ പ്രിയനും പോകണ്ടല്ലോ. പിന്നെ കൈലാസം പോകുന്നുണ്ട്, അവളോട് പ്രണയം തുറന്നു പറയാനിട്ട്. എന്തായാലും അതിന് ഞാൻ സമ്മതിക്കില്ല. പിന്നെ ഞാനും പോകുന്നുണ്ട് എന്നൊക്കെ മുക്ത പറയാണ്. അങ്ങനെ പാർവതി അമ്പലത്തിൽ ഉത്സവത്തിന് എല്ലാവരും കൂടി കച്ച കെട്ടി പോകാൻ പോകുന്ന ഭാഗമാണ് നമ്മൾ ഇന്നത്തെ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് കേട്ടോ. എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. പാർവതിയുടെ ശത്രുക്കൾ നാട്ടിലുണ്ട്, അവർക്കിട്ടൊക്കെ നല്ല രീതിയിൽ അടി കൊടുക്കാനൊക്കെ പ്രിയരും കൈലാസും മാത്രം മതി. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.